ആമിന, ആമിനോ, എന്ത് മീനാ അവിടെ വെച്ചിട്ട് പോ. എന്ത് മീനാണ്? ഒരു മീനും ചാഴയൊന്നും അല്ലത്. നീ ആ കടയിൽ എടുത്ത് നമ്മള് കുട വരെ പോയിട്ട് വരാ. അല്ല പഠിക്കല് എപ്പോഴും ഉളുകലാണുള്ളത്. നീ ആ കൊടയിൽ എടുത്ത് നമ്മള് കട വരെ പോയിട്ട് വരാന്ന്. അങ്ങനെ എന്ത് കളി എവിടെ എന്താണ് ആ മൊബൈലായിരുന്നത്. ഇതിങ്ങനെ എന്തൊക്കെ ഇഷ്ടമില്ലാത്ത ഞെക്കണത് കുത്തണത് തേളത്. ഹലോ ഹലോ, ബാപ്പ ഞാനാണ്. ബാപ്പ നീയാണെന്ന്. അപ്പൊ ഞാനാരാണ് ഇപ്പൊ? അപ്പൊ ഞാനാ ഷുക്കൂർ ദുബായിന്ന്. ഷുക്കൂർ ദുബായിന്നാ? ബാപ്പയുടെ രണ്ടാമത്തെ മോൻ ഞാനാണെന്ന്. രണ്ടാമത്തെ മോൻ എന്ന് പറഞ്ഞ കാസർഗോഡ് മഞ്ചേരി ഷുക്കൂര് ദുബായിന്ന്. ദുബായിന്ന് അടച്ചോന് സുഖോണാ? സുഖമല്ല ബാപ്പ, നീ ഭയങ്കര കഷ്ടപ്പാടാ ബാപ്പ. എന്ത് പറ്റി മോനെ? എനിക്കിവിടെ ഭക്ഷണമൊന്നും തരണില്ല ബാപ്പ. ആരുടെ ഭക്ഷണം തരാത്ത? എന്റെ കുഴപ്പം രാവിലെ ഒരു കൂട് കപ്പലുണ്ട്, ഉച്ചക്ക് 2 ബിസ്ക്കറ്റ്, വൈകുന്നേരം 1 പഴം. ഇത് മാത്രമേ സ്പോൺസർ തന്നോളൂ ബാപ്പ. എന്താണ് നിനക്ക് ഇത് തരാൻ കാരണം? എന്താണിത്? എന്നെ കൊണ്ടുവന്നേക്കുന്നത് കൊരങ്ങന്റെ വിസയിലാണെന്ന്. മോനെ മോനെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേ, ജീവിക്കാൻ വേണ്ടിയല്ലേ. ഒരു കൂട് കപ്പലിൽ കിട്ടിയാലും ജീവിച്ചു പോവാല. നടക്കട്ടെ, കുഴപ്പമില്ല. വേറെ ബാപ്പ ഞാൻ അയച്ച സാധനം കിട്ടി മോനെ. എന്റെ പൊന്നെ, മോൻ അയച്ച ടേപ്പ് റെക്കോർഡർ ഉണ്ടല്ല, അത് കിട്ടി. പിന്നെ ഇവിടെ അന്ന് ഭയങ്കര ഉത്സവമല്ലായിരുന്ന. മൂത്തുമ്മയുടെ വീട്ടിൽ നിന്ന് വന്ന് എളിയമ്മയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നായിരുന്നു. ഈ സാധനം ഇട്ടിട്ട് നമ്മൾ ഈ എന്താണ് മറ്റേ കറങ്ങുന്ന സാധനം ഉണ്ടല്ല, അത് ഒരുപാട് CD ഒക്കെ ഇങ്ങോട്ട് ഇട്ട്, പിന്നെ അയൽപക്കത്തൊക്കെ മേടിച്ചു ഒരുപാട്. എല്ലാം ഇട്ടിട്ട് മോനെ ഒരു 100-150-200 കാശിച്ചതിനകത്ത് കിട്ടി. പക്ഷെ എന്താന്നറിയാൻ പാടില്ല, അത് പതയൊക്കെ വന്നതിന്റെ പതയും കൊകയൊക്കെ ഇങ്ങോട്ട് വന്ന അവസാനം. അത് വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീനാ? ചെയ്താലെ പറയണ്ടായിരുന്ന നീ അത് വാഷിംഗ് മെഷീനാന്ന്. ബാപ്പ ഒരു പണി ചെയ്തേ, ഉമ്മയുണ്ടാ ഉമ്മക്ക് കൊടുക്കാൻ. ഉമ്മക്ക് കൊടുക്ക. ഉമ്മക്ക് കൊടുത്തിട്ട് വേണം ഇനി അവസാനം അവിടെ പാതിരാമൻ അവിടെ വെക്കിട്ട് തരാനായിട്ട്. നടക്കൂലത്. ഉമ്മക്കൊന്ന് കൊടുക്കുവാപ്പാ. ഉമ്മക്ക് കൊടുക്കാൻ നമ്മൾ കൊടുക്കാം. അതെ ആമിന, ഫോണ് ഫോണ് ഫോണെന്ന് വെച്ചിട്ട് എന്താ മനുഷ്യ പോവാത്തെ? എടി ചെയ്താലെ ഫോൺ മണ്ണേക്കണെന്ന്. ആരുടെ ഫോൺ? നോക്ക്, ഷുക്കൂറ്. ഷുക്കൂറ് ദുബായിന്ന്. അല്ല ദുബായിന്ന് ഏത് ഷുക്കൂറാ ഉള്ളേ? അല്ല ആരാണത്? ഹലോ ഉമ്മ, ഞാനാണ് ഉമ്മയുടെ മോൻ ഷുക്കൂർ. റബ്ബിലാലമീനായി തമ്മിനായി സത്താർ ഷുക്കൂർ സമീർ സാദർ പോക്കർ. ഷുക്കൂർ നീ ഇപ്പൊ എവിടെയെന്ന് പോലെ? ദുബായിലുണ്ട് ഉമ്മ. പഠിച്ച റബ്ബിലാലമീനായി തമ്പിരാനെ, നിനക്ക് സുഖല്ലേ? സുഖം ഉമ്മ. അല്ലോ സന്തോഷായിട്ട് പോണം. നോമ്പൊക്കെ നോക്കണോട്ടാ. ഉമ്മ ഉമ്മ എന്തുട്ടായി കാണിക്കണ? എന്താ മോനെ? ഉമ്മ ബാപ്പയുടെ ഉറക്കത്തിലുള്ള എണീറ്റ് നടപ്പൊക്കെ നിന്നാ മോനെ. ബാപ്പാന്റെ ഉറക്കത്തിലുള്ള എണീറ്റ് നടപ്പ് നിർത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വേലയ്ക്ക് നിന്ന് 25 വയസ്സായ ആമിനെ പറഞ്ഞു വിട്ടു. ഇപ്പൊ ഉറക്കത്തിനടുപ്പ് നിന്നാ? ഇല്ല, ഇപ്പൊ ഉറക്കത്തിൽ നടക്കണേ ഇല്ല. ഇല്ല അല്ലേ? വീട്ടിലെ പണിയൊക്കെ ആരോ ചെയ്യണേ? വീട്ടിലെ പണി ചെയ്തിട്ട് ആമിനെ 90 വയസ്സായ മൂത്തുമ്മാനെ കൊണ്ടുവന്ന് നിർത്തി. ഇപ്പൊ ഒരു കുഴപ്പമില്ല അല്ലേ? ഇപ്പൊ കുഴപ്പമുണ്ട്. ഇപ്പൊ മൂത്തുപ്പാൻ എഴുന്നേറ്റ് കിടക്കണത്. എന്തിനാ അവനോട് പറയണതൊക്കെ? ഇതാണ് നിങ്ങൾ നേരത്തെ കാണിച്ചു. ഉമ്മ വേറെ വിശേഷമൊന്നും നിനക്ക് സുഖല്ലേ? സുഖം തന്നെ. നിങ്ങൾ വരണ്ടാട്ടാ, കിടക്കുന്ന വന്ന് കാശുകൾ എന്റെ വാപ്പ. ആരെ പട്ടി പറയണേ? പട്ടിയല്ല, വാപ്പയാണ്. വാപ്പ സംശയമാണ്. പിന്നെ നീ കാശയക്കും, മണി ഓർഡർ മാത്രം അയച്ചു മോനെ. യൂണിയൻ ട്രാൻസ്ഫറിൽ അയക്കണ്ട പൈസ. പിന്നെ യൂണിയൻകാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണേ. അത് കാരണം നീ വേറെ ഏതെങ്കിലും കാശ് മുകളിൽ അയച്ചാ മതി. വാപ്പ ഉണ്ടാക്കി ചോക്കിനാണ്. നീ ഉറപ്പാടൊക്കെ പേടിക്കേണ്ട ആവശ്യമില്ല. ഉമ്മ ഞാൻ അടുത്ത മാസം വരാന്നാ. നീ വരണ്ട ചെയ്താലേക്ക് മാറാ. നീ അവിടേക്കായി നിന്ന് കാശ് കൊയ്യടെ പിശാചേ. ഓക്കെ ഓക്കെ വരുന്നുണ്ടെന്ന് വരണ്ടാന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ ഇവിടെ വേലക്ക് നിന്ന് ആമിനെ പറഞ്ഞു വിട്ട് നീയാണല്ലേ? പറഞ്ഞു വിടാൻ കാരണമുണ്ട്. എന്താണ്? അവള് തൊട്ടേനും പിടിച്ചതിനൊക്കെ കുറ്റം പറയണ്ടേ? എന്നിട്ട് ഇതുവരെ നമ്മൾ തൊട്ടിട്ടും പിടിച്ചിട്ട് അവളൊരു കുറ്റം പറഞ്ഞിട്ടില്ല. മനുഷ്യ വെടിക്കെട്ടി പറമ്പിൽ ആമിനെ താത്തന്നെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വർത്താനം പറയരുത്. ഇത് വർത്താനം പറയരുത് പറയണേ. ഈ നമ്മുടെ മുഖ്യമന്ത്രി നാട് നീളെ ജനസമ്പർക്ക പരിപാടിയായിട്ട് നടക്കണം. നിങ്ങൾ ഈ നാട് മുഴുവൻ ജനസമ്പർക്ക പരിപാടിയായിട്ട് ഇറങ്ങിക്കണം. ഒറ്റ ചവിട്ടി വിട്ട് നിന്നെ കൊന്ന് കുഴിച്ചു മൂടാന്നില്ല ഒരാൾ നമ്മളോട് ചോദിക്കൂല. ഭ്രാന്തന്മാർ ചവിട്ടിക്കഴിഞ്ഞ കേസില്ല ഈ കാലത്ത്. അപ്പൊ നമ്മള് ഭ്രാന്തരായി. നമ്മൾ ഇന്നലെ ഒരു കിനാവ് കണ്ട്. കിനാവ് കണ്ട? സ്വപ്നം. അടച്ചോനെ പേക്കിനാവ്. ഏതാണ്? എന്താ കണ്ടേ? കഴിഞ്ഞ ജന്മത്തില് ഞാനൊരു പോത്താറുന്നു. അതെന്തായാലും നടക്കൂല പിന്നെ. അതായത് ഒരു മനുഷ്യന് 2 ജന്മത്തിലും പോത്താവാൻ പറ്റൂല. ഒറ്റ പ്രാവശ്യം ഉള്ളൂ. എന്താണ് പറഞ്ഞത്? നമ്മൾ 2 പേരും മയ്യത്തായെന്ന് വിചാരിച്ച് 2 പേരും പൊടി മുകളിലേക്ക് പോയി.